ഈ വീഡിയോ റിവറ്റ് 2023 ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ റിവറ്റ് 2023 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രോജക്ട്സ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയ ഫയൽസ് ഓപ്പൺ ചെയ്യാനും. പിന്നെ നമ്മളിത് ഈ ഒരു ടൈപ്പ് റിവറ്റ് പ്രോജക്ട്സിലൊക്കെ രണ്ട് സാധനങ്ങളാണ് ആക്ച്വലി മോഡൽസും പിന്നെ ഫാമിലീസ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് പോകെ അത് പുതിയതായിട്ട് നോക്കുന്നവർക്കത് മനസ്സിലാവും. മോഡൽസിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് കുറച്ച് സാമ്പിൾ ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചിൻ്റെ ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ ഒരു 3D വ്യൂ എങ്ങനെയാണെന്നുള്ളതാണ് മോഡൽസിൻ്റെ അകത്ത് വരിക. അതിൽ ഫാമിലീസ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും അത് ഞാൻ ഇതിൻ്റെ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് വരും. അതായത് നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ വാതിൽ, ജനൽ, അതുകൂടാതെ ഇതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഐറ്റംസ്, മെക്കാനിക്കൽ ആയിട്ടുള്ള ഐറ്റംസ്, പൈപ്പിംഗ്, പ്ലംബിങ് ഐറ്റംസ്, ഇതെല്ലാം നമ്മുടെ ഈ ഫാമിലീസിൻ്റെ അകത്താണ് പെടുന്നത്. അപ്പോൾ ആ ഫാമിലീസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വാതിലാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ എന്ത് വെച്ച് മേക്ക് ചെയ്ത വാതിൽ, അല്ലെങ്കിൽ ഒരു പൈപ്പാണെങ്കിൽ അത് എന്ത് പൈപ്പാണ്, PVC ആണോ MS ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ HVAC ഡക്റ്റ് സിസ്റ്റത്തിൻ്റെ കേസുകൾ, അപ്പോൾ എത്ര സൈസിൻ്റെ ഡക്റ്റാണ്, അപ്പോൾ അതെന്ത് വെച്ച് മേക്ക് ചെയ്താണ്, അതിൻ്റെ അകത്ത് എന്ത് ഇൻസുലേഷൻ ആണ്, അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫാമിലീസിൻ്റെ പാർട്ടിൽ വരുന്നത്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുവാണെങ്കിൽ നമുക്കൊരു സാമ്പിൾ ആർക്കിടെക്ചറൽ പ്രോജക്റ്റ് ഞാൻ വെറുതെ നമ്മുടെ ഓൾറെഡി ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് വെറുതെ ഇങ്ങനെ എടുക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ ഇതൊരു സാമ്പിൾ പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഞാൻ വെറുതെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു വീടിൻ്റെ 3D വ്യൂ വരച്ചതിൻ്റെ ഒരു 2D ഡയഗ്രാം ഇവിടെ ഓപ്പൺ ആയിട്ട് പോകുന്നുണ്ട്. ഇത് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വെറുതെ ഒരു സാമ്പിൾ ആട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണാം പ്രൊജക്റ്റ് ബ്രൗസർ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ പ്രൊജക്റ്റ് ബ്രൗസറിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് നിലകളിലെ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് അത് മൈനസ് ചെയ്താൽ അത് കാണാൻ പറ്റില്ല, പ്ലസ് ചെയ്താൽ ഇങ്ങനെ ലെവൽ കാണും. ഇപ്പോൾ ലെവൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലെവൽ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ആയിരിക്കും അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കിച്ചൺ ആൻഡ് ഡൈനിങ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2D ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളെന്നിട്ട് നമുക്ക് ഇവിടെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യൂ എന്ന് പറഞ്ഞെടുത്തിട്ട് ഇവിടെ 3D കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഫുൾ സൈറ്റിൻ്റെ 3D വ്യൂ കിട്ടും. അപ്പോൾ നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റൊട്ടേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ മൗസ് വെച്ച് നമുക്ക് സ്ക്രോൾ ചെയ്ത് റിവോൾവ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. ഏത് വഴിയുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. ബാക്ക് സൈഡിലുള്ള വ്യൂ. അപ്പോൾ ഇതൊരു കൃത്യമായിട്ട് നമുക്ക് ഒരു ബിൽഡിംഗ് എങ്ങനെ ഇരിക്കും എന്നുള്ള വിശദമായിട്ടുള്ളൊരു വിവരണം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഇതാണ് ഈ റിവിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന് ഉള്ളൊരു ഗുണം. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത പ്രോജക്റ്റ് ഏരിയ ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണാം. അതിൻ്റെ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്, അതിൻ്റെ മെറ്റീരിയൽ ഗ്രാസ് ആണ്. ഞാൻ ക്ലിക്ക് ചെയ്ത സ്ഥലത്ത് ഇതൊക്കെയാണ് വരുന്നത്. ഓരോ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഓരോ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ ഈ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടോ, റെയിലിംഗ്, അതായത് നമ്മുടെ കൈവരികൾ നമ്മൾ നോക്കില്ല, അപ്പോൾ ആ റെയിലിംഗ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അതിൻ്റെ വാൾസ്, ബേസിക് വാൾ. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലീസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇതാണ്. നമ്മളിപ്പോൾ ഇത് 2D നിന്ന് 3D ആക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനത്തെ വാൾസ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും, എന്നിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫാമിലീസ് ആണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. ഫാമിലീസിൽ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഓൾറെഡി കുറേ പ്രീലോഡഡ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എൻ്റെ അകത്ത് വരുന്നത്. ലെവൽ 2 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ആയിട്ടായിരിക്കും. അപ്പോൾ 2 ലെവൽ. അപ്പോൾ നമുക്കിത് ലെവൽ 1, ലെവൽ 2 എന്നുള്ളതിന് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ എഴുതാം. അത് നമ്മുടെ ഇഷ്ടം പോലെ എഴുതാൻ പറ്റും. അപ്പോൾ അതിലുള്ള ഇത് പ്ലാനാണ് കാണിക്കുന്നത്, 2D വ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ 2D വ്യൂ ആണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇതിന് മറ്റു പല ഫെസിലിറ്റീസും കൂടി ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് ഫ്രണ്ടിലേക്ക് ആക്കുക. ഓക്കെ, ഫ്രണ്ടിലേക്ക് ആക്കുക. എനിക്ക് ഫ്രണ്ടിൽ അത് എങ്ങനെ വ്യൂ കിട്ടും എന്നുള്ള അറിയാൻ വേണ്ടി ഞാൻ ഈ 3D വ്യൂവിലെ ക്യാമറ എടുത്തിട്ട് ക്യാമറ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്
അതിൻ്റെ ഒരു വ്യൂ എനിക്കറിയാൻ നോക്കുക. അപ്പോൾ ഇവിടത്തെ അത് ക്ലിക്കായിട്ട് വരും, ഫ്രണ്ടിലുള്ള വ്യൂ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എൻ്റെ അടുത്ത് വരും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിക്കാം. ഇതുകൂടെ നമ്മളിവിടെ ഇങ്ങനെ കുറേ വേറെ കുറേ പോർഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 3D വ്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല വഴിക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഉണ്ടോ, നമുക്കിങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ ടോപ്പ് ബോട്ടമൊക്കെ ആക്കാൻ പറ്റും. നമുക്ക് ഫുള്ള് രീതിയിൽ ഇൻസ്പെക്ട് ചെയ്യാം, എങ്ങനെ ഏതൊക്കെ ആംഗിളിൽ എങ്ങനെ ഇരിക്കും ഒക്കെയുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വിശകലനം ഇതിൻ്റെ അകത്ത് സാധ്യമാണ്. അതോടെ കിച്ചൺ ക്ലിക്ക് ചെയ്തപ്പോൾ കിച്ചൻ്റെ ഒരു വ്യൂ ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തിരിച്ചൊക്കെ നോക്കാം, തിരിച്ചും മറിച്ചൊക്കെ. സോറി, ഇതിൽ വ്യൂ ലോക്ക് ചെയ്തൊക്കെ വന്നു തോന്നുന്നു. എനിവേ, നമുക്ക് പല വ്യൂസ് അതിൻ്റെ അകത്ത് ലിവിങ് റൂം അടിച്ചാൽ ലിവിങ് റൂമിൻ്റെ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പം ആക്ച്വലി അതിന് ഇങ്ങനെ ഗോ ത്രൂ പോകാൻ വേണ്ടി നമുക്ക് വേറെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, നാവിസ്വർക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. സോളാർ അനാലിസിസ് എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അതിൽ വരുമ്പോൾ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളതൊക്കെ ആ ഒരു, അതായത് സൂര്യൻ്റെ ഒരു പോക്കും നീക്കുപോക്കും എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. നമുക്കിപ്പോൾ വിൻഡോൻ്റെ അല്ലെങ്കിൽ വെന്റിലേഷൻസും ഇതൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ പല എലിവേഷൻസിലും നമുക്കിതിനെ വ്യൂ ചെയ്യാറുണ്ടല്ലോ. ഇതിപ്പോൾ ഈസ്റ്റ് എലിവേഷൻ, അതായത് 2D ഡ്രോയിങ്സ് നമ്മൾ ചെയ്യില്ലേ, ഒരു എലിവേഷനിൽ. അപ്പോൾ നമ്മളൊരു ഡ്രോയിങ് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് അത് നമ്മളൊരു ബേസിക് പരിചയപ്പെടുത്തൽ പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എലിവേഷനിൽ ഈ ഡ്രോയിങ് വരച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഇതേപോലെ ഡിഫറെൻറ്റ് ലെവൽസ് കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ ഫൗണ്ടേഷൻ -800, നമ്മുടെ ലെവൽ 1 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 0, അതായത് ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ലെവൽ താഴത്താണ് ഓരോ കാര്യങ്ങളും എന്നുള്ളത് കൃത്യമായിട്ട് -500 എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് പോകുന്നു. അത് കുറച്ച് സിവിൽ ഡീറ്റെയിൽസ് ആണ്. ഇലക്ട്രിക്കൽ പരമായിട്ടുള്ളവരാണെങ്കിലും നമുക്ക് മനസ്സിലാക്കി വെക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ 0 നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡ്രോയിങ്ങിലായിരിക്കും നമ്മൾ MEP ബാക്കി പാർട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്, MEP റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. -800 -500 അതിൻ്റെ ഇതാണ് ലെവൽ 0, നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ആ ലെവലിൽ എന്താണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ സീലിങ്ങിൻ്റെ ലെവൽ 2700, അതായത് mm-ലാണ്. അപ്പോൾ 2.7 മീറ്റർ നമ്മൾ ലെവൽ 2 സീലിങ്ങിൻ ഏറ്റവും ആ ഒരു ഫ്ലോറിൻ്റെ ഏറ്റവും സീലിങ്ങിൻ്റെ ശരിക്കുമായിട്ട് 3 മീറ്ററാണ്, 3000 എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൂഫിൻ വരുന്നത് 6000 ആണ്. അപ്പോൾ 3 മീറ്ററിൻ്റെ ബിൽഡിംഗ് ആണ്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് ഒരു 55 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 80 സെൻറ്റിമീറ്റർ, ലെസ് ദാൻ 1 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലെവൽസ് പോകുന്നുണ്ടെന്നുള്ളത് ഇതിൻ്റെ മനസ്സിലാക്കാം. ഇത് ഈസ്റ്റ് എലിവേഷൻ ആണ്. അതേപോലെ നോർത്ത് എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ സെയിം ഡീറ്റെയിൽസ് സെയിം തന്നെ ആയിരിക്കും കണ്ടല്ലേ, അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ലെവൽ നമ്മൾ സെയിം ആയിരിക്കും. നമുക്ക് പല ആംഗിളിൽ നിന്ന് അതിനെ വ്യൂ ചെയ്യാന്നുള്ളതാണ്. സൗത്ത് എലിവേഷൻ ഉണ്ട്, പിന്നെ വെസ്റ്റ് എലിവേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ വഴിക്കും നമുക്ക് നോക്കാം, 3D ആയിട്ട് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെക്ഷണൽ വ്യൂസ് ഒക്കെ ചിലത് കാണാറുണ്ട്. അപ്പോൾ സെക്ഷണൽ വ്യൂ ഇതേപോലെ തന്നെ ചില പ്രത്യേക സെക്ഷൻസ് എടുത്തുള്ള വ്യൂസ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വ്യൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലെവൽസ് എല്ലാം സെയിം ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അതിലൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ലെവൽ ഇമ്പോർട്ടൻ്റ് കൂടിയാണ്. അതായത് വൺസ് ഇപ്പോൾ നമ്മളാണ് ഈ ലെവൽ വരയ്ക്കുന്നതെങ്കിൽ, കാരണം ഇത് കറക്റ്റ് മാർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു വീടാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വലിയ ഹോസ്പിറ്റൽസ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ അകത്ത് HVAC സിസ്റ്റംസും പിന്നെ ഫയറിൻ്റെ പൈപ്പും ഇതെല്ലാം വരുമ്പോൾ ഈ ലെവലിൻ്റെ മിസ്റ്റേക്ക് അനുസരിച്ച് നമ്മുടെ എല്ലാ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫാൾ സീലിംഗ് അടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. ഇപ്പോൾ HVAC-ൻ്റെ ഒക്കെ സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡക്റ്റിൻ്റെ ഒക്കെ സൈസൊക്കെ വലിയ സൈസുള്ള റെക്ടാങ്കുലർ ഡക്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് കൃത്യം അറ്റം പറ്റ ആയിരിക്കാം സീലിങ്ങിൽ പോകുന്നത്. അറ്റം പറ്റ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു സീലിംഗ് ഇതായിട്ടായിരിക്കും ഫാൾ സീലിംഗ് ആയിട്ടായിരിക്കും പോകുന്നത്. നമുക്ക് ഫാൾ സീലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റാത്തൊരു ഇഷ്യൂവിൽ അതിൻ്റെ അകത്ത് വരാം നമ്മൾ ഈ ലെവൽ പ്രോപ്പർ അല്ലെങ്കിൽ. അപ്പോൾ ഒറിജിനൽ സൈറ്റ് കണ്ടീഷനിൽ അത് നമ്മൾ കറക്റ്റ് നോക്കി ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ ഡ്രോയിങ്ങിൽ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹോൾ പർപ്പസ് ഓഫ് ദിസ് ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതെല്ലാം കറക്റ്റായിട്ടൊക്കെ വരച്ച് എവിടെയും ക്ലാഷ് വന്നില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തി നമ്മുടെ സൈറ്റ് സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ നമുക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വീണ്ടും ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. ഇതിൽ സ്റ്റെയറിൻ്റെ സെക്ഷൻസ് ഉണ്ട്, വാൾസിൻ്റെ സെക്ഷൻസ് ഉണ്ട്, മെയിൻ സ്റ്റെയറിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സിവിലാട്ടോ. ഇത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ സിവിൽ
ഞാനിപ്പോൾ ഒരു ആസ് എൻ MEP എഞ്ചിനീയർ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കുറച്ച് സിവിലിൻ്റെ പാർട്ടൊക്കെ അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ. എനിവേ അതവർ ചെയ്തു തരുമെന്ന് പ്രതീക്ഷിച്ചുള്ളൂ. അപ്പോൾ സിമ്പിൾ ഒരു വീടിൻ്റെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ വലിയ വലിയ കേസുകളൊക്കെയാണെങ്കിൽ നമ്മൾ സിവിലിൻ്റെ ആൾക്കാരോട് സമീപിക്കുക. അപ്പോൾ അവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ പരിപാടികളാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഏറ്റവും എൻഡിൽ ഇതിൻ്റെ ഷീറ്റ്, അതായത് ഇതിൻ്റെ 2D ഡ്രോയിങ്സ് ഉണ്ട്, സൈറ്റ് പ്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പ്ലാൻസ്, എലിവേഷൻസ്, സെക്ഷൻസ് മുതലായ സാധനങ്ങൾ നമുക്ക് നമ്മുടെ റെഫറൻസിനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് യൂഷ്വലി ഏതൊരു ടൈപ്പ് ബിൽഡിങ്ങിൻ്റെ എടുത്താലും ഇതേപോലെ ആയിരിക്കും ഇതിൻ്റെ അകത്ത്. പ്രൊജക്ട് ബ്രൗസറിൻ്റെ അകത്ത് ആ പ്രൊജക്റ്റിനെ പറ്റി ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൊജക്ട് ബ്രൗസറിൽ ഇപ്പോൾ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒറ്റ സാധനം കണ്ടില്ല. ഫുള്ളി ആർക്കിടെക്ചറലാണ് ഡീറ്റെയിൽസ് ആണ് കണ്ടത്. അതായത് റിലേറ്റഡ് ടു സിവിൽ ആൻഡ് അതർ ആർക്കിടെക്ട് തിങ്സ് ആണ് കണ്ടത്. അപ്പോൾ ഇവിടെ അതിൻ്റെ അകത്തുള്ള ഫാമിലീസ് ഉണ്ട് കേട്ടോ. ഫാമിലീസ് ഉണ്ട് കഴിഞ്ഞാൽ അതിൽ കേബിൾ ട്രേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മളിത് എവിടെയും യൂസ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഫാമിലി എന്ന് പറയുന്നുണ്ടോ. ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിലിങ്സ് ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ജസ്റ്റ് ഫാമിലി എന്താണെന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തുള്ളൂ. അപ്പോൾ കേബിൾ ട്രേ വിത്ത് ഫിറ്റിംഗ് ഒരു പ്രത്യേക ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് നമ്മൾ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി പ്രീലോഡഡ് ആയിട്ട് കുറേ ഫാമിലീസ് ഉണ്ടാവും. അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി വെച്ചിട്ട് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്തിട്ടൊക്കെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വേറെ പല വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഫാമിലീസ് എന്താണെന്ന് ഇങ്ങനെ കാണിച്ചു തന്നതാണ്. ഇതിലിപ്പോൾ കൂടുതലും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് സാധനങ്ങൾ കുറവാണ്. കാരണം ഇതൊരു സ്ട്രക്ചറൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഡോർസ്, കർട്ടൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ കൂടുതൽ നോക്കിയാലും കാണുന്നത്. ഫർണിച്ചർ, ലൈറ്റിംഗ് ഫിക്ചേഴ്സൊക്കെ കുറച്ച് കാണുന്നുണ്ട് ഇതിൽ. അത് അവിടെ കുറച്ച് ലൈറ്റ് കാണിച്ചേക്കുന്നുണ്ട്. ലൈറ്റ്, ഒരു പ്രത്യേക ലൈറ്റ്, അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ പ്രോപ്പർട്ടീസാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ വോൾട്ടേജ്, അതിൻ്റെ എലിവേഷൻ, ഏത് ഹൈറ്റിലാണത് മൗണ്ട് ചെയ്യുന്നത്, അത് ലാമ്പാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം, അതിൻ്റെ ലോഡ്, അപ്പാരൻറ്റ് ലോഡ്, അതിൻ്റെ ലെങ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ വിശദമായിട്ട്, അതാണ് ഈ റിവെറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ടുള്ള ആ പ്രോജക്റ്റ് സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതുകൂടാതെ നമുക്ക് സാമ്പിൾ സിസ്റ്റം പ്രോജക്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഇതിൻ്റെ അകത്ത് പറയാം. അതായത് നമ്മൾ ഇവിടെ ഒരു ന്യൂ എന്ന് പറഞ്ഞ് ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ്, ആർക്കിടെക്ചർ ടെംപ്ലേറ്റ്, സ്ട്രക്ചർ ടെംപ്ലേറ്റ്, സിസ്റ്റംസ് ടെംപ്ലേറ്റ്, അങ്ങനെ ഇമ്പീരിയൽ ഉണ്ട്, മെട്രിക് ഉണ്ട്. മെട്രിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മീറ്റർ അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, മറ്റേതിൽ ഇഞ്ച് അങ്ങനെയുള്ള കണക്കായിരിക്കും. ഇമ്പീരിയലും മെട്രിക്കും തമ്മിൽ അതാണ് വ്യത്യാസം. അപ്പോൾ അതിൽ 3 മെയിൻ സാധനങ്ങളുള്ള കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചർ, മൂന്നല്ല, ആക്ച്വലി 4. കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചർ, സ്ട്രക്ചറൽ, സിസ്റ്റംസ്. അപ്പോൾ അതിൽ MEP പാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആർക്കിടെക്ചറൽ പാർട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ കാണിച്ച സാമ്പിൾ പ്രോജക്റ്റ് അവർ ഇന്ത്യയിൽ ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ഇട്ടിട്ട് ആ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവരതെല്ലാം ചെയ്തിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന. എന്നിട്ട് ആ പ്രോജക്റ്റ് നമ്മൾ വീണ്ടും യൂസ് ചെയ്ത് നമ്മളതിൻ്റെ ആ പ്രോജക്റ്റ് ഒന്നും കൂടി ലോഡ് ചെയ്ത് വീണ്ടും ഈ സിസ്റ്റംസ് ടെംപ്ലേറ്റിൽ ഇട്ട് ചെയ്യുമ്പോഴാണ് മാത്രമായിരിക്കും നമുക്ക് ഇതേപോലത്തെ, ഇപ്പോൾ ഈ സാമ്പിൾ സിസ്റ്റം പ്രോജക്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനത്തെ പ്രോജക്ട്സ് അതായത് MEP സ്റ്റഫുകൾ അതിൻ്റെ അകത്ത് കയറി വരണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റംസ് ആയിട്ട് കൺവെർട്ട് ചെയ്യേണ്ടി വരും. സിസ്റ്റംസ് പ്രോജക്റ്റ് ആയിട്ട് അത് കൺവെർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ആർക്കിടെക്ചറൽ പാർട്ട് ക്രിയേറ്റ് ചെയ്ത് അത് റെഡിയായ ആ പ്രോജക്റ്റ് നമ്മൾ സിസ്റ്റംസ് പ്രോജക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് ദെൻ അതിൻ്റെ അകത്ത് നമുക്ക് വേരിയസ് ഫാമിലീസ് വരും അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഞാനിതിലൊരു കാര്യം പരിചയപ്പെടുത്താൻ വിട്ടുപോയി. കാരണം അത് ഞാൻ ഇപ്പോൾ ഡ്രോയിങ് ചെയ്ത് കാണിക്കുന്നില്ല. ഡ്രോയിങ് അത് വേറെ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുകളിൽ കണ്ടോ, നമുക്ക് വാൾസ്, ഡോർസ്, വിൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഡീറ്റെയിലിംഗ് അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് വിശദമായിട്ട്. അതവിടെ സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡക്റ്റ്, എയർ ടെർമിനൽസ്, പിന്നെ പൈപ്പ്, അവിടെ പ്ലംബിംഗ് ഫിക്സ്ചേഴ്സ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ പാർട്ടുകൾ കിടക്കുന്നുണ്ട്. ഇലക്ട്രിക്കലിൻ്റെ അകത്ത് കേബിൾ ട്രേ അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഡിവൈസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ തന്നെയുള്ള ഒരു സാമ്പിൾ പ്രോജക്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സാമ്പിൾ പ്രോജക്റ്റ് എടുത്തപ്പോൾ ഇതിങ്ങനെ ഉണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ വ്യൂവിലേക്ക് പോയിട്ട് 3D വ്യൂ ഒന്ന് എടുക്കാം. 3D വ്യൂവിൽ എന്താ സംഭവം എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ടെ
ഇതൊരു ബിൽഡിംഗ് ആണെന്ന് മനസ്സിലായി, ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആണെന്ന് മനസ്സിലായോ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് തിരിച്ചൊക്കെ നോക്കാം. ഇതൊരു ബിൽഡിംഗ് ആണ്, അതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. ഇതിൽ വ്യൂ നമുക്ക് കുറച്ച് വിശദമാക്കാൻ വേണ്ടി പല പല ടൈപ്പ് ഉണ്ട്. ഷെയ്ഡഡ് ടൈപ്പ് എന്ന് പറഞ്ഞ വ്യൂ ഉണ്ട്, വയർ ഫ്രെയിം ടൈപ്പ് വ്യൂ ഉണ്ട്, പിന്നെ കോൺസിസ്റ്റന്റ് കളേഴ്സ് ടൈപ്പ് വ്യൂ ഉണ്ട്, റിയലിസ്റ്റിക് വ്യൂ ഉണ്ട്. റിയലിസ്റ്റിക് വ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ കേട്ടോ വരുന്നത്. അത് ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചതാണ്. അപ്പോൾ നമുക്കിതിൽ കണ്ടു കഴിഞ്ഞാൽ കുറേ ഡക്റ്റിംഗ് സിസ്റ്റംസ് ആണ് കൂടുതലും പോയിരിക്കുന്നത്. HVAC-ൻ്റെ കുറേ സിസ്റ്റംസ് ആണ് ഇതിൽ കൂടുതലും പോയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ വ്യൂസ് നമ്മുടെ അകത്തുള്ള സിസ്റ്റംസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ കണ്ടോ, ഇതിൽ ഈ പല വ്യൂസ് ഉണ്ട്, വയർ ഫ്രെയിം വ്യൂ. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ അകത്തുള്ള ആ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് അതിൽ കയറി വരും. എനിവേ ഇതിൻ്റെ അകത്ത് കുറേ പലതരം HVAC സിസ്റ്റം, പിന്നെ അതിൻ്റേതായ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാനിതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത HVAC ടിപ്പിക്കൽ റൂം പ്ലാനൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതായത് അതിൻ്റെ മുകളിലൊരു ഫാൻ കോയിൽ യൂണിറ്റ് ഉണ്ട്. ഫാൻ കോയിൽ യൂണിറ്റിന് ശേഷം ഡക്റ്റ് പോയിക്കണൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഫാൻ കോയിൽ യൂണിറ്റ് ആണോ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം. ഇല്ല, ജസ്റ്റ് ഡക്റ്റിംഗ് സിസ്റ്റം. അതെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ഫാൻ കോയിൽ യൂണിറ്റ് ആയിട്ട് കാണിക്കുന്നത്. മെക്കാനിക്കൽ എക്യുപ്മെൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡക്റ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡാമ്പർ ആണെന്ന് തോന്നുന്നു, ഒരു ഡാമ്പർ. അതിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് പല വ്യൂസ് നമുക്കിതിൽ ഓപ്പൺ ആവും നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ. ഓൾറെഡി ചെയ്ത് വച്ച് കഴിഞ്ഞത് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞാൽ പുതിയ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പല വ്യൂ ഫ്ലോർ പ്ലാനും ഇതൊക്കെ കാണിക്കുന്നത്. പ്ലംബിങ്ങിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, അതുപോലെ ഒരു ടോയ്ലറ്റിൻ്റെ ടിപ്പിക്കൽ ഡീറ്റെയിൽ ആണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, അതിപ്പോൾ ക്ലോസറ്റിലേക്ക് പൈപ്പ് കണക്ഷൻ പോയേക്കെന്നൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഒരു പ്ലാനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് പല പല വിൻഡോ ഇതിൽ ഓപ്പണായി പോകട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ഓരോന്നോരോന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് ഓപ്പണായി വരിക. നമ്മുടെ പഴയത് ഇവിടെ തുറന്ന് കിടക്കണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ പവർ ഡിസ്ട്രിബ്യൂഷനാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പാനലുണ്ട്. ക്ലിക്ക് ചെയ്താൽ ആ പാനൽ ഡീറ്റെയിൽസ്, സർക്യൂട്ട് ബ്രേക്കർ, സ്വിച്ച് ബോർഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതെന്താണെന്ന് ചെക്ക് ചെയ്താൽ ഗ്രാഫിക്സ് മെയിൻ ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്കൊക്കെ പോകും. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ അടിയിൽ മറ്റേ അതിൻ്റെ ഷീറ്റ് പ്ലാൻ നോക്കാം വിചാരിച്ച് നമ്മൾ പോയാൽ അതിൻ്റെ പ്ലാൻ ഇങ്ങനെയൊക്കെയാണ് വരച്ചേക്കുന്നത്. അതായത് ഓരോ ലെവലിലും ഫ്ലോർ ലെവലിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. മെയിൻ സ്വിച്ച് ബോർഡ് ഉണ്ട്, LPDB എന്നൊക്കെ പറഞ്ഞ പല DBs ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ ഫ്ലോർ വൈസ് ഇങ്ങനെ പോകേണ്ടതെന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ലെവൽ 1ൻ്റെ ലെവൽ കാണിച്ചിട്ട് 94-ലാണെങ്കിൽ അടുത്തത് 3800 അപ്പോൾ ഏകദേശം ഒരു 3.7 മീറ്റർ ആ റേഞ്ചൊക്കെ പോകുന്നുണ്ട് ഓരോ ഫ്ലോറും. അപ്പോൾ അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടൊക്കെയാണ് പോകുന്നത്. ഇത് 73 വന്നത്തെ, അതായത് 3.5 മീറ്റർ, ഏകദേശം 3.5 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ആണ്. മീൻസ് ഓരോ ഫ്ലോറും ആ റേഞ്ച് ഉണ്ട്. കാരണം നമുക്ക് ഈ HVAC സിസ്റ്റം ഒക്കെ ഓടിക്കാനുള്ളതാണ്. അപ്പോൾ ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും. യൂഷ്വലി നമ്മുടെ വീടൊക്കെ ചിലപ്പോൾ 3 മീറ്റർ ഒക്കെ ആയിരിക്കും ഹൈറ്റ് നമ്മുടെ ഫ്ലോറിൽ നിന്ന് സീലിംഗ് നോക്കിയാൽ. പക്ഷേ ഇതിൽ ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാം. അപ്പം ഇതിലിങ്ങനെ അവർ പല ഷീറ്റ്സ് ആയിട്ട് അവർ പ്രീലോഡ് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ചെക്ക് ചെയ്താൽ അതിൻ്റെ ലൈറ്റിംഗ് ലേഔട്ടാണ് കൊടുത്തേക്കുന്നത്. പ്രോജക്റ്റ് എണ്ണയും എന്നൊക്കെ കാണുമ്പോൾ ഓരോ ലൈറ്റിൻ്റെ എങ്ങനെ സ്വിച്ച് വഴിയൊക്കെയുള്ള പോക്കൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ വേറൊരു ലെവലിലെ ലൈറ്റിംഗ് പ്ലാൻ ഇവിടെ കാണുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ പാനൽ ഷെഡ്യൂൾസ് കാണിക്കുന്നുണ്ട്. മെക്കാനിക്കൽ പരമായിട്ടുള്ള കുറച്ച് ഫ്ലെക്സിബിൾ കണക്ഷൻ, ഡക്റ്റിൻ്റെ ഫ്ലെക്സിബിൾ കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ റിവിറ്റ് ചെയ്യണതിന് മുമ്പ്, റിവിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടൂളാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. നമുക്ക് അത് ജസ്റ്റ് അത് മാത്രം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡിസൈനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ നമുക്കൊരു എളുപ്പം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടേതായ ഒരു ഐഡിയാസ് ഇതിൻ്റെ, അല്ലെങ്കിൽ കുറേ പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് കുറച്ചൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇതിങ്ങനെ പോകണമെന്നുള്ളത്. പക്ഷേ ആക്ച്വലി അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രൊസീജിയറിന് നമ്മൾ സൈറ്റൊക്കെ ഒന്ന് കാണുക. സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് പഠിക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടായാലും കുഴപ്പമില്ല. ആദ്യം ഡിസൈൻ പഠിച്ചിട്ട് സൈറ്റ് കണ്ടാലും, സൈറ്റ് കണ്ടിട്ട് ഡിസൈൻ പഠിച്ചാൽ ഇത് രണ്ടും ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിനുശേഷം നമ്മളൊരു സൈറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടും, ഓക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഇത് ഡക്റ്റിൻ്റെ സെക്ഷൻസ് അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഫാമിലീസ് എന്ന് പറഞ്ഞതിൽ ഇതിൽ ഈ കേസിൽ കൊണ്ട് കുറേ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടാവും. അതിൻ്റെ സർക്യൂട്ട് ബ്രേക്കർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താൽ അതിൻ്റെ വിശദ വിവരങ്ങൾ ഇതിൻ്റെ അകത്ത് കിട്ടും. അതിൻ്റെ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് അടക്കം കിട്ടും. കാരണം നമ്മളിത് പ്ലേസ് ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ടുള്ളൊരു ഡയമെൻഷൻ വെച്ചാണ്. നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഓട്ടോകാഡ് 2D ഡ്രോയിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും ഡീറ്റെയിലും നമുക്ക് കിട്ടില്ല. നമ്മളവിടെ അത് വേറെ ലെജൻഡിലൊക്കെ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള എന്താണ് അതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് കൂടുതൽ ബെനിഫിഷ്യലാണ്. നമുക്ക് ഇതിൻ്റെ എസ്റ്റിമേഷനും ഇതിനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. കുറേ കാര്യങ്ങൾ ഇതിൽ എഴുതി കൊടുക്കാം. നമുക്ക് അസംബ്ലി കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി കൊടുക്കാം. അത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലീസ് ഉണ്ടാക്കി ലോഡ് ചെയ്യാൻ പറ്റും. അതൊരു ട്രാൻസ്ഫോമർ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഡിഫറെൻറ്റ് ട്രാൻസ്ഫോമർ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ട്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ 150 kVA. ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് വേറെ ഇതിന് യൂസ് ചെയ്യാം. ഇവിടെ 150 kVA 2 എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് വേറെ യൂസ് ചെയ്യാം. അതായത് നമ്മൾ എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഇങ്ങനത്തെ ഫാമിലീസ് എന്ന് പറഞ്ഞ സാധനം നമ്മളിതിൽ ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഡയറക്റ്റ് പ്രോജക്ട്സ് യൂസ് ചെയ്ത് അതിന് നമുക്ക് ചിലപ്പോൾ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സെയിം എഡിറ്റ് ചെയ്താൽ അതൊരു പ്രശ്നമായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഇത് വരയ്ക്കുന്ന ടൈമിൽ നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി പറയാം. ജസ്റ്റ് ഇതെടുത്ത് കാണിക്കുന്നുള്ളൂ. ഇലക്ട്രിക്കൽ ഫിക്ചേഴ്സ് ഉണ്ട്. മറ്റേ പ്ലഗാണ് റെസിപ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നത്. GFC ഗ്രൗണ്ട് ഫാൾട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഉള്ള ടൈപ്പ് റെസിപ്റ്റൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഗ്രൗണ്ട് ഫാൾട്ട് സർക്യൂട്ട് ഇൻട്രപ്ഷൻ GFC, അതിൻ്റെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി, നോക്കേണ്ടി വരും. ഓക്കെ, എനിവേ നമുക്കങ്ങനെ പല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ സിസ്റ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ MEP റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരും. അപ്പോൾ ആക്ച്വലി ഇതൊക്കെയാണ് റിവറ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. നമുക്ക് ഇങ്ങനെ വിശദമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ചെയ്യാമെന്നുള്ളത് അതിൻ്റെ അകത്ത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ബാക്കി ഇതെങ്ങനെ ആദ്യം ഒരു സിവിൽ ഡ്രോയിങ് എങ്ങനെ സെറ്റപ്പ് ആക്കാം എന്നുള്ളതും അതിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം.